ഹരേ കൃഷ്ണ, നമസ്തേ. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നേരെ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വിഷയത്തെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ധനം ഉള്ളവർക്ക് പോലും ധനം നിലനിൽക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ധനവിഷയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ധനം നമുക്ക് വന്നാലും എപ്പോഴും അതുപോലെ നിൽക്കുകയോ എപ്പോഴും ഒരേ ഫ്ലോയിൽ വരികയോ ചെയ്യില്ല. ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ജാതകാലുള്ള വ്യാഴം, അതുപോലെ തന്നെ നമുക്ക് ധനം വന്നാൽ അത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക നിഷ്ഠകളുണ്ടായിരിക്കണം. അതായത് ദാമ്പത്യ പൊരുത്തമില്ലാത്ത ജാതകക്കാർ തമ്മിൽ ചേരുകയാണെങ്കിൽ ധനം നിൽക്കില്ല. അതുപോലെ തന്നെ ദാമ്പത്യ പൊരുത്തം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ വിവാഹ പൊരുത്തം നോക്കുന്ന ഒരു പ്രധാന ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഋണർണി യോഗവും അതുപോലെ തന്നെ നമ്മുടെ ധനം, അതായത് വരവ് ചെലവ് നോക്കാനും ഒരു വിധിയുണ്ട്. അതിൽ നമുക്ക് വരവിനേക്കാൾ ചെലവ് കൂടുതലായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനം നിലനിൽക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ജാതകാൽ നമുക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന, ധനപരമായിട്ട് അനിഷ്ടം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ധനപരമായിട്ട് നമുക്ക് എന്ത് പറയും, ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചില നക്ഷത്രക്കാർ കാണും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അശ്വതിക്കാരെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തികക്കാർ അവർക്ക് നന്നല്ല. അതുപോലെ തന്നെ രോഹിണി കഴിഞ്ഞിട്ട് മകയിരം നന്നല്ല. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് അനിഴം, തൃക്കേട്ട, വിശാഖത്തിൻ്റെ അവസാനത്തെ പാത, ഈ നക്ഷത്രക്കാർ എപ്പോഴും ധനനഷ്ടം ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഒരു പാർട്ണർഷിപ്പിലാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടിൽ ഇടപെടുകയാണ്, നമുക്ക് ധനപരമായിട്ട് യോജിക്കാൻ കഴിയാത്ത ജാതകക്കാരുമായിട്ട് ചേർന്നാണ് ബിസിനസ് പാർട്ണർഷിപ്പോ, അല്ലെങ്കിൽ അവരാണ് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ണർഷിപ്പൊന്നും വേണ്ട, നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജറെ ഇരുത്തിയിരിക്കുന്നു. ആ മാനേജർ നമ്മളെ ഈ പറഞ്ഞ പോലെ അശ്വതിക്കാരനെ സംബന്ധിച്ച് ഇരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണെങ്കിൽ അവിടെ ധനം ചോർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ധനം നിലനിൽക്കില്ല. ഇതൊരു വലിയ വിഷയമാണ്, ബിസിനസ്സിലൊക്കെ വളരെ വലിയ വിഷയമാണ്. ഇതുപോലെ നമ്മളെ ജീവിതത്തിലും അതെ, എത്രയോ വലിയ വലിയ ധനാഢ്യന്മാർ ചില സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വലിയ വീഴ്ച വന്ന് അവരുടെ ധനമൊക്കെ നഷ്ടപ്പെട്ട് കടബാധിതപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതമേ തകർന്നു പോകുന്ന അവസ്ഥ എത്തുന്നുണ്ട്. ഇതിന് കാരണം അവരുടെ ജാതകത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനിഷ്ട നക്ഷത്രക്കാരുമായിട്ട് ചേർന്നുള്ള ധന ഇടപാടുകൾ, പിന്നെ ദാമ്പത്യ പൊരുത്തക്കുറവ്, പിതൃശാപം, സർപ്പകോപം, പൂർവ്വജന്മത്തിൽ നിന്നോ നമ്മൾ ജനിച്ച തറവാട്ടിൽ നിന്നോ, അതുപോലെ തന്നെ ഗുളികദോഷം, പരദേവതാ പ്രീതി, വ്യാഴം അനിഷ്ടത്തിൽ പോയാൽ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ധനം നിലനിൽക്കത്തില്ല. അപ്പോൾ ജാതകാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഓവർകം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴിപാട് എന്ന് പറയുന്നത്, നമ്മുടെ ജന്മനക്ഷത്രം തോറും അന്നപൂർണേശ്വരി സങ്കല്പത്തിലുള്ള ദേവീക്ഷേത്രത്തിൽ, ദുർഗാക്ഷേത്രത്തിൽ ശ്രീ സൂക്താർച്ചനയോ ഭാഗ്യസൂക്താർച്ചനയോ കൊടുക്കുക. ദേവിയോടൊപ്പം ഉള്ള ശിവനോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ ശിവന്റെ പിൻഭാഗത്ത് ദേവിക്ക് സ്ഥാനം കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ അതുപോലുള്ള ദേവീക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ പോയി നടത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുക ചെയ്യണം. ഭാഗ്യസൂക്തം, അതുപോലെ ശ്രീ സൂക്തം, അതുപോലെ തന്നെ ലക്ഷ്മി കവചം, കനകധാരാസ്തുതി. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാം യന്ത്രം ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് ദീപം തെളിച്ച് നമുക്ക് തന്നെ ജപിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, ഈ പണ്ട് കാലത്തൊക്കെ ഒരുപാട് പബ്ലിസിറ്റി വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം അങ്ങനെ പബ്ലിസിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ധനാകർഷണ സമ്പ്രദായങ്ങൾ, അതായത് ധനാകർഷണ സ്തുതികളും മന്ത്രങ്ങളും ഉണ്ട്. അത് നമുക്ക് ജപിക്കാം, കുഴപ്പമില്ല. അത് പ്രത്യേകിച്ചും അതിന് കാരണം വേറൊന്നുമല്ല, ശിവനാണ് ധനം മഹാലക്ഷ്മിക്കും കുബേരനും നൽകുന്നതും. അവർ രണ്ടുപേരും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്, പക്ഷെ അതിൻ്റെ കസ്റ്റോഡിയൻ ശിവനാണ്. അപ്പോൾ ധനാകർഷണ ശിവന്റെ മന്ത്രം നമ്മൾ ജപിക്കുകയോ, അല്ലെങ്കിൽ ധനാകർഷണ ശിവന്റെ പിന്നെ
യന്ത്രം വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ധനാകർഷണ ശിവമന്ത്രം നമ്മൾ ജലാശയങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ ദേവി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയോ അല്ലെങ്കിൽ ദുർഗയോ ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ജപിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. കൂവളം നിൽക്കുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ ഇപ്പം ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൂവളം കാണും. കൂവളത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നോ നിന്നോ നമ്മൾ ഈ ധനാകർഷണ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അപ്പം ധനം നിലനിൽക്കാൻ, നമ്മൾ ധനമുള്ള സമയത്ത്, നമ്മൾ നല്ല സമയത്ത് തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഇതുപോലുള്ള ധനം നിലനിൽക്കാനുള്ള മാർഗങ്ങൾ നോക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഈ 2 ദിവസങ്ങളിൽ നമ്മൾ വലിയ ധന ഇടപാടുകൾ അങ്ങോട്ട് കൊടുത്ത് ശീലിക്കരുത്. ധനം നിലനിൽക്കണമെങ്കിൽ ഒരിക്കലും ആർക്കും ധനം കടം കൊടുത്ത് ശീലിക്കരുത്. വലിയ ധനം ഇടപാടുകളിൽ നമ്മൾ ഇടപെടരുത്. മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യാവുന്നത് അന്നദാനം മാത്രം, വസ്ത്രവും കൊടുക്കാം. ഒരിക്കലും പണം കൊടുത്ത് ആരെയും സഹായിക്കരുത്. കൊടുത്താൽ അവരുടെ പ്രാരാബ്ദം നമ്മളെ ബാധിക്കുകയും മഹാലക്ഷ്മി നമ്മളെ വിട്ടുപോവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ തത്വം. ലളിതാ സഹസ്രനാമം വായിക്കുന്നത് നല്ലതാണ് സന്ധ്യാസമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിന് തുല്യമായിട്ടുള്ള വളരെ സിമ്പിളായ ശ്രീചക്രത്തിലെ ശ്രീയന്ത്രത്തിൻ്റെ മന്ത്രമുണ്ട്, അത് ജപിക്കാം. ചില വീടുകളിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശ്രീയന്ത്രം അവർ ഫ്രെയിം ചെയ്ത് വെച്ച് സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ ജപിക്കുന്ന കാണുന്നുണ്ട്. ലളിതാ സഹസ്രനാമമൊക്കെ അത് നല്ലതാണ്. അതിൻ്റെ മുന്നിൽ ഇരുന്ന് ഭാഗ്യ സൂക്തം ജപിക്കാം, കനകധാര സ്തവം ജപിക്കാം. ചില വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോൾ താമര വളർത്തുന്നത് കാണുന്നുണ്ട്, അത് നല്ലതാണ് ധനം നിലനിൽക്കാൻ. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലെങ്കിലും തിരുപ്പതി ദർശനം നടത്തുന്നത് നല്ലതാണ്. ധനം വരാനും ധനം നിലനിൽക്കാനും നമ്മളെ ജാതകാൽ എവിടെയൊക്കെയാണ് ബ്ലോക്ക് എന്ന് കണ്ടെത്തി അതിന് നമ്മൾ ധ്യാനം, ജപം, ഈശ്വര പ്രണിധാന മാർഗങ്ങൾ സ്വീകരിച്ച് ധനം വരുത്തുക മാത്രമല്ല നിലനിൽക്കാനും അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. എന്തായാലും ധനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് എനർജി, അതായത് ലക്ഷ്മി കടാക്ഷത്തിനുള്ള മാർഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിലേ നിലനിൽക്കുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇടാം. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നന്നായി.